കുട്ടികളുടെ സമഗ്ര ആരോഗ്യം സംബന്ധിച്ച് അവബോധം അനിവാര്യമാണെന്ന് മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. ദേവമാത ആശുപത്രിയിലെ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിന്റെ ഔദ്യോഗിക പ്രവർത്തന ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി അനൂപ് ജേക്കബ്. കുട്ടികളെ നമുക്ക് ഏറ്റവും ചേർത്ത് നിർത്താനും അവർക്ക് ഏറ്റവും മികച്ച സാഹചര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ അവരുടെ പഠനത്തിൽ ഒക്കെ ഒരുക്കി കൊടുക്കാൻ കഴിയുന്ന ഒന്ന് തന്നെയായിരിക്കും ഇത്തരത്തിലുള്ള ഡെവലപ്മെന്റ് സെന്റേഴ്സ്. ദേവമാത ആശുപത്രി അതിന്റെ 51ാമത് വർഷം പിന്നിട്ട് മുമ്പോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയെ അഡ്രസ് ചെയ്യാൻ തീരുമാനിച്ചു എന്നത് ഏറെ അഭിനന്ദനീയമാണ്. ഇതൊരു സാമൂഹിക ഉത്തരവാദിത്വം കൂടിയാണ് ഇന്ന് ആശുപത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഈ സെന്റർ ഇവിടെ ലഭ്യമാവുമ്പോൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലങ്ങളിലെ ആ ഒരു പ്രവർത്തന മികവും മികച്ച സേവനവും പുതിയ മേഖലകളിലേക്ക് കടന്നു വരുവാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. യോഗത്തിൽ ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ റോസ്മിൻ പഴയകരി അധ്യക്ഷത വഹിച്ചു. രാജ്യത്തിന്റെ യഥാർത്ഥ സമ്പത്ത് അതിന്റെ പ്രകൃതി വിഭവങ്ങളോ സാമ്പത്തിക ശേഷിയോ അല്ല, ആരോഗ്യവും കഴിവുമുള്ള മനുഷ്യ വിഭവമാണ്. ആ മനുഷ്യ വിഭവത്തിന്റെ അടിത്തറ കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ആരോഗ്യം, വളർച്ച, വിദ്യാഭ്യാസം, മാനസിക ആരോഗ്യം എന്നിവയിൽ നാം നടത്തുന്ന നിക്ഷേപം ഭാവി തലമുറയിലേക്കുള്ള ഏറ്റവും വലിയ നിക്ഷേപമാണ്. കുട്ടികളുടെ വളർച്ചയിൽ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുന്നത് വൈകുമ്പോൾ ചികിത്സയും പരിശീലനവും കൂടുതൽ സങ്കീർണമാകുന്നു. എന്നാൽ നേരത്തെയുള്ള തിരിച്ചറിവും ഇടപെടലും ഒരു കുട്ടിയുടെ ജീവിതത്തിന്റെ ദിശ തന്നെ മാറ്റിമറിക്കാൻ കഴിയുമെന്ന് വൈദ്യശാസ്ത്രം ഇന്ന് ഉറപ്പു നൽകുന്നു. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ, ശ്രദ്ധക്കുറവ്, ഹൈപ്പർ ആക്ടിവിറ്റി, സംസാര ഭാഷാ വൈകല്യങ്ങൾ, പഠന വൈകല്യങ്ങൾ, സെറിബ്രൽ പൾസി, ബുദ്ധി വികാസ വെല്ലുവിളികൾ തുടങ്ങിയ അസ്വസ്ഥതകൾ ഇന്ന് കൂടുതൽ തിരിച്ചറിയപ്പെടുന്നു. കൂത്താട്ടുകുളം നഗരസഭാ അധ്യക്ഷൻ റെജി ജോൺ മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ കൌൺസിലർ സലീമ മനോജ്, കൂത്താട്ടുകുളം പ്രസ് ക്ലബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബോബൻ വർഗീസ്, അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ അനിൽ ജോൺ, റീഹാബിലിറ്റേഷൻ സൈക്കോളജിസ്റ്റ് ശാലിനി സിസ്ലി അഗസ്റ്റ്യൻ, ലാൽസൺ ജെ പുതുമനത്തൊട്ടി, ബെന്നി കോച്ചേരി എന്നിവർ പ്രസംഗിച്ചു. ദേവമാത ആശുപത്രിയുടെ സുവർണ ജൂബിലി സ്മാരക ബഹുനില മന്ദിരത്തിൽ വിപുലമായ ക്രമീകരണങ്ങളോടെയാണ് CDCയുടെ പ്രവർത്തനം ലക്ഷ്യമിടുന്നത്. ആശുപത്രിയിലെ പീഡിയാട്രിക്സ്, ന്യൂറോളജി, സൈക്യാട്രി, സൈക്കോളജി വിഭാഗങ്ങളുടെ മേൽനോട്ടത്തിലാണ് CDC പ്രവർത്തനം. കുട്ടികളുടെ സ്വഭാവ പെരുമാറ്റ വൈകല്യങ്ങൾ, പഠന പിന്നോക്കാവസ്ഥ, പഠനത്തിൽ താൽപര്യമില്ലായ്മ, മാനസിക പ്രശ്നങ്ങൾ, വ്യക്തമാക്കാത്ത ഉച്ചാരണം, അതിവേഗത്തിലുള്ള സംസാരം, അക്ഷരങ്ങൾ തെറ്റിച്ച് ഉച്ചരിക്കൽ, അമിത വാശിയും ദേഷ്യവും, അമിത ചാഞ്ചാട്ടം, സാമൂഹിക ഇടപെടലുകളിലെ ബുദ്ധിമുട്ടുകൾ എന്നിവ CDCയിൽ പ്രത്യേകമായി പരിഗണിക്കും. IQ, ADC, ADHD, ബിഹേവിയർ, ലേണിംഗ് ഡിസബിലിറ്റി, ലേണിംഗ് ഡിഫിക്കൽറ്റി എന്നിങ്ങനെയുള്ള അസസ്മെന്റുകൾ ലഭ്യമാണ്. കുട്ടികളുടെ സമഗ്ര ആരോഗ്യവുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിലെത്തി കുട്ടികൾക്ക് സൗജന്യമായി കൗൺസിലിംഗ്, അസസ്മെന്റ് നടത്തുന്ന കണ്ണാടി പദ്ധതിയുടെ സേവനവും ലഭ്യമാക്കിയിട്ടുണ്ട്. കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവുമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ. പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ, റെക്കോർഡിംഗ് ക്യാമറ, സ്പീക്കർ, LED ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ്, കീ സെൻസറിംഗ്, റിമോട്ട് കീ, സെൻട്രൽ ലോക്ക്, പവർ വിൻഡോ, റിവേഴ്സ് സെൻസർ, കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ, സീറ്റ് കവറുകൾ തുടങ്ങിയ ആക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു. ഇവിടെയെങ്കിലും നല്ലൊരു കളക്ഷൻസ് ഉണ്ടായാൽ മതിയായിരുന്നു. ഹായ്, നമസ്കാരം. നമസ്കാരം. കുറച്ച് ടൈൽസ് ഒക്കെ വന്നത്. ഓക്കെ, വരൂ. എനിക്ക് നല്ല ഭംഗിയുള്ള വെറൈറ്റി ഡിസൈൻസ് ആവണം. പിന്നെ ഇമ്പോർട്ടഡ് ടൈൽസ് വേണം. ഓക്കെ. അതിനൊത്ത് ഭംഗിയുള്ള സാനിറ്ററി ഐറ്റംസും വേണം. ഇതെല്ലാം വാങ്ങുമ്പോൾ
ബഡ്ജറ്റും ഫ്രണ്ട്ലി ആവണം. ഇങ്ങനെയൊക്കെ ആണേലും നമ്മുടെ ഇഷ്ടത്തിന് യാതൊരു കോംപ്രമൈസും പാടില്ല. അതെ, കറക്റ്റ് സ്ഥലത്താ വന്നേ. യാതൊരു കോംപ്രമൈസും വേണ്ട. കറക്റ്റ് സ്ഥലത്ത് വന്ന ഒരു കോംപ്രമൈസും ഇല്ല. ഹൗസ് ഓഫ് ടൈൽസ് നിങ്ങളുടെ വീടിന് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ടൈൽസിനും സാനിറ്ററി ഐറ്റംസിനും വിശ്വസ്തയോടുകൂടി സമീപിക്കാവുന്ന സ്ഥാപനം. ഹൗസ് ഓഫ് ടൈൽസ്, കൂത്താട്ടുകുളം, കൊച്ചി.